മാർച്ച് മാസത്തിലെ ഒരു പ്രണയലേഖനം. പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വികാരമാണ് പ്രണയം. കാത്തിരിപ്പിൻ്റെ നൊമ്പരവും വിരഹത്തിൻ്റെ നീറ്റലും ഹൃദയം പിളർക്കുന്ന വേദന നൽകാനും ഒരു പ്രണയത്തിന് കഴിയും. പ്രണയമൊരു ലഹരിയാണ്, ജീവിതത്തെ സ്നേഹിക്കാൻ തോന്നിപ്പിക്കുന്ന ലഹരി. നക്ഷത്രക്കോടികൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിലെ ആർദ്ര വിശാലതയെ നോക്കി വിസ്മയിക്കുന്ന സ്നേഹ മനസ്സുകൾക്ക് സ്നേഹത്തിൻ്റെ കൂമ്പാരങ്ങൾ വിതറിക്കൊണ്ട് സർവനാഥൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എഴുതി തുടക്കം കുറിക്കുന്നു. ആദ്യമായി കണ്ടപ്പോൾ തോന്നിയത് വെറുമൊരു ആകർഷണം മാത്രമാണെങ്കിലും പിന്നീട് അത് എങ്ങനെയോ പ്രണയമായി മാറിയപ്പോൾ എങ്ങനെ നിന്നെ അറിയിക്കണമെന്ന് ആലോചിച്ചു നടന്ന ദിനങ്ങൾ. സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് ആശ്വാസം തേടി മടുത്തപ്പോഴാണ് ഇങ്ങനൊരു കത്ത് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരുപക്ഷെ എനിക്ക് നിന്നെ അറിയാം, ഞാൻ കൂടെ അറിയാതെ എൻ്റെ ഹൃദയത്തിൽ സാന്ത്വനത്തിൻ്റെ കാറ്റായി വരുന്നുണ്ടോ? ഏതോ പൂർവ്വജന്മം പോലെ പിരിയാൻ പറ്റാത്തതുപോലെ വാക്കുകളിൽ ഒതുങ്ങാത്ത വിധത്തിൽ നീ എന്നെ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം നിന്നെ കണ്ടതിന് ശേഷം പൂവുകളെയും നക്ഷത്രങ്ങളെയും തിരമാലകളെയും ഞാൻ വല്ലാതെ ഓമനിച്ചു പോകുന്നത്. മടുത്തു തുടങ്ങിയോ? ഞാൻ എൻ്റെ അവസ്ഥ മാത്രമേ പകർത്തിയിട്ടുള്ളൂ. സ്നേഹിക്കാൻ അർഹതയുണ്ടോ? കടലോളം വേണ്ട, ഒരു അല്പം സ്നേഹം ഞാൻ ആഗ്രഹിച്ചോട്ടെ. മനസ്സുകൊണ്ട് മനസ്സിനെ അറിഞ്ഞാൽ, ഹൃദയം കൊണ്ട് സ്നേഹത്തെ മനസ്സിലാക്കിയാൽ തമ്മിൽ കാണുന്നില്ല എന്ന കാരണത്താൽ അവസാനിക്കുന്നില്ല ഒരു സ്നേഹബന്ധവും. ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരാളെ അതറിഞ്ഞിട്ടും മരണം വരെ പ്രണയിച്ചു കൊണ്ടിരിക്കുക, അത്തരമൊരു പ്രണയമായിരിക്കും ഏറ്റവും മനോഹരമായ പ്രണയം. സ്വന്തമാക്കുമ്പോൾ മാത്രമല്ല, പ്രണയ സായുജ്യം ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിച്ച് പിണങ്ങിയിരിക്കുന്നതും ഒരു നേരം പോലും വെറുതെ ഇരിക്കാതെ സ്നേഹം കൊണ്ട് ശല്യം ചെയ്യുന്നവരെയും ഒരിക്കലും വിട്ടുപിരിയരുത്. കാരണം ഇതെല്ലാം നിങ്ങളോടുള്ള ഒടുക്കത്തെ സ്നേഹം കൊണ്ട് മാത്രമാണ്. യാചിച്ചു കിട്ടുന്ന ഭിക്ഷ ആകരുത് പ്രണയം. കാത്തിരുന്ന് കിട്ടുന്ന വരദാനമാകണം പ്രണയം. പ്രലോഭനം കൊണ്ട് നേടിയെടുക്കുന്ന സ്നേഹത്തിന് സുഗന്ധമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇത് വെറൊരു കത്തായി കരുതരുത്. കത്തുന്ന ഹൃദയത്തിലെ എരിയുന്ന കനലായി ഇതിലെ ഓരോ വാക്കുകളും. അത് അറിയാൻ ശ്രമിക്കുക. അറിയിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. നന്നായി ചിന്തിക്കൂ. പവിത്രമായ ഒരു കർമ്മത്തിനായി തുടക്കം കുറിക്കാൻ പോകുന്നത് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം തോന്നരുത്. ആത്മരക്തം കൊണ്ട് എഴുതിയ ഈ കത്ത് ഇവിടെ അവസാനിപ്പിക്കട്ടെ എന്ന് നിന്റെ സ്വന്തം പ്രണയകുമാരൻ.